മിലിറ്ററി ലൈഫിൽ അപകടം എന്ന് പറയുന്നത് എപ്പോ വേണേ വരാം. ഓരോ പട്ടാളക്കാരനും ഏത് നിമിഷവും കയറി വരാവുന്ന മരണത്തെ സ്വീകരിക്കാൻ പ്രിപ്പയർഡും ആയിരിക്കും. സപ്പോസ് നാളെ വാർ വന്നു എന്ന് വിചാരിച്ചു, ആർക്കൊക്കെ എന്തൊക്കെയാ വിധിച്ചിരിക്കുന്നത് അത് കഴിയുമ്പോഴേ അറിയുള്ളൂ. വാർഫീൽഡിൽ വെച്ച് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് സമാധാനിക്കാൻ സാധിക്കും. കാലത്തെ എക്സർസൈസ് എടുക്കുന്നതിനിടയിൽ PT റിസ്ക് ഉള്ളതാ. പിന്നെ ഈ റോപ്പിൽ നിന്ന് വീണ് ആക്സിഡന്റ് ഉണ്ടാവുക അത്ര റെയറാണെന്നും പറഞ്ഞുകൂടാ. ഞങ്ങളുടെ ഇടയിൽ നല്ല ഹൈറ്റിൽ നിന്നുള്ള വീഴ്ചയല്ലേ. താഴെ കിടങ്ങൂടെ കുഴിച്ചിട്ടാവുമ്പോ ഒരു 30 അടി 35 അടി ഉയരം കാണുമല്ലോ. സോറി, ഞാൻ ഓർത്തില്ല. എന്നാ തിരിച്ചു ബോംബെക്ക്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് മറ്റന്നാ പോകണം. രാജമ്മയ്ക്ക് ഒരു 4-5 ദിവസം കൂടി നിൽക്കാൻ പറ്റിയേക്കും. അത് കഴിഞ്ഞാൽ അവൾക്കും പോവേണ്ടി വരും. ആലീസിന്റെ കാര്യത്തിലാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. സ്കൂളിലെ പണി കളഞ്ഞിട്ട് അങ്ങോട്ട് പോരണോ അതോ? ഒന്നും അവളുമായിട്ട് സംസാരിച്ചിട്ടില്ല. തൽക്കാലം വീട് പൂട്ടിയിടോ പാപ്പൻ ചേട്ടനെ കാവലേൽപ്പിക്കുകയോ ചെയ്തിട്ട് നീ ലീവ് എടുത്ത് എന്റെ ഒപ്പം കുറച്ചു ദിവസം വന്ന് നിൽക്കുക. എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ലീവ് 1-2 മാസത്തേക്കൂടി നീട്ടിയെടുക്കാൻ പറ്റൂ? അത്രയ്ക്കൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞാൻ അന്വേഷിച്ചു. അവിടെ എല്ലാ മുറിയും ഫുള്ളാ. ഇപ്പൊ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലെ ആള്. ആ മംഗളയും മറ്റും പുറത്ത് പേയിങ് ഗസ്റ്റായി കൂടിയേക്കുന്നെങ്കിലും അവിടെ മുറിക്ക് അപ്ലൈ ചെയ്തിട്ടാണ് പോലും നിൽക്കുന്നത്. എന്നോട് ഹെഡ് മിസ്സസ് പറഞ്ഞു. താമസം തൽക്കാലം ഒരു പ്രോബ്ലം അല്ല. വീട് ഉടനെ ഒഴിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലെന്നാ മിലിറ്ററിക്കാർ പറഞ്ഞത്. ഈ അക്കാദമിക്ക് എത്തിയിരുന്നവരെ അവര് വാടക കൊടുത്തോളും. പിന്നെ പാപ്പൻ ചേട്ടനും ആ ജോലിക്കാരും ഉണ്ടല്ലോ, അവരിവിടെ നിന്നോട്ടെ. അതെ, തനിച്ച് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മംഗളയെ മറ്റോ പേയിങ് ഗസ്റ്റായി കൂട്ടിയാലും വിരോധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വരാം. അതൊന്നും വേണ്ട ഡേസി. എന്നെ വിചാരിച്ച് നിങ്ങളാരും വറീരാവരുത്. അതെനിക്കിഷ്ടമല്ല. അച്ചായൻ തന്നിച്ചു പോയ ഷോക്ക് തന്നെയാണ്. പക്ഷെ അതും പറഞ്ഞ് ഞാൻ ബോംബെയിൽ വന്ന് വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ടോ? അതില്ല, മനസ്സിനൊരു ഡൈവേർഷൻ. എനിക്കിനി ആകെ ഒരു ഡൈവേർഷൻ ഉള്ളത് ജോലിയാണെന്നാ തോന്നുന്നത്. ഞാനും അത് തന്നെയാ പറയുന്നത്. സ്കൂളിൽ വന്നു തുടങ്ങിയാലേ ഒരു മാറ്റം ഫീൽ ചെയ്യുള്ളൂ. earlier the better. പുള്ളിക്കാരനും പോകുമ്പോ അങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. അതെ, ചേച്ചി വെറുതെ ലീവ് എടുത്ത് കളയണ്ട. നാളെ തന്നെ പോയിക്കോളൂ. ഐ വിൽ മാനേജ്. It's new to me. ശരിയാകും. JB will play it, sir. No, sir. He's bluffing, sir. He used to play there.
I've heard it. Come on, man. Come on. You play it. Thanks. Excuse me. Fantastic. Thanks. I loved it. Thanks. നന്നായിരുന്നു. സൂപ്പർ. പ്രിൻസിപ്പലിന് കയ്യിലെടുക്കാൻ ഇത് മതിയല്ലോ. സ്കൂളിന് 2 പ്രൈസും കൂടി വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ പുള്ളി വിടേയില്ല. ആരാ പഠിപ്പിച്ചത്? സ്കൂളിൽ നിന്നാ? ആരും പഠിപ്പിച്ചതല്ല, തനിയെ പഠിച്ചതാ? അമ്മച്ചിയാ തുടങ്ങി തന്നത്. പോയപ്പോ തനിയായി. സമ്മതിച്ചിരിക്കുന്നു മോളെ. ആർക്കും കണ്ടുകൂടാതെ ഇരുന്ന ഒരു കുട്ടിയെ സ്കൂളിന്റെ ഡാർലിംഗ് ആക്കിയത് നിന്റെ ഒറ്റ ഒരാളിന്റെ മിടുക്ക. പഠിക്കുന്ന കാര്യത്തിലും അവൻ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണല്ലോ കാണിക്കുന്നത്. ഇന്നാളെ മിസ്സസ് പറയുകയായിരുന്നു. ഇന്റലിജൻസിന്റെ കുറവുകൊണ്ടല്ലോ പല കുട്ടികളും പുറകോട്ട് പോകുന്നത്. ആരും ശ്രദ്ധിക്കാനില്ലെന്ന് തോന്നുമ്പോ, ആരെയും ഇംപ്രസ് ചെയ്യാനില്ലെന്ന് തോന്നുമ്പോ അവർക്ക് തോന്നിയ വഴിക്ക് പോവാന്നേ ഉള്ളൂ. അതിന് ബ്ലെയിം ചെയ്യേണ്ടത് ശരിക്കും നമ്മളെ ടീച്ചേഴ്സിനെ. ഞാൻ കരുതി ഷാള് സൗണ്ട് പ്രൂഫ് കൂടിയാണെന്ന്. ഒരു കോൾഡ് വരൂ. കോൾഡ് എന്ന് പറയുമ്പോ ഡോക്ടറെ കാണേണ്ട കേസൊന്നുമല്ലല്ലോ. ഏയ്, വൈകുന്നേരം ഒറ്റക്ക് വീട്ടിൽ കുത്തിയിരുന്ന കോൾഡ് അല്ല, ഭ്രാന്ത് വരെ പിടിക്കും. ഇരിക്കൂ. ഇരുന്നിട്ടെന്ത് കാര്യം? വൈകുന്നേരത്തെ ആകെ ഇത്തിരി ഫ്രീ ആയിട്ടുണ്ടാവും. ആ നേരത്ത് ഞാൻ അവിടെ മെസ്സിൽ ഒറ്റക്കിരുന്ന് കുടിക്കുകയായിരിക്കും. ജോർജ് ഉള്ളപ്പോ ഇവിടെ വന്നിരുന്ന് സ്മാൾ അടിക്കാം. ഇനിയിപ്പോ അതങ്ങനെയല്ലല്ലോ. നേര് പറഞ്ഞാൽ കുടിയോട് കൂടിയായിരുന്നു. ഇന്ന് ഇവിടെ വരണമെന്ന് നിർബന്ധമാക്കി വെച്ചതുകൊണ്ട് ഇതുവരെ തൊട്ടില്ല. അത് നന്നായി. ഏത്? അല്ല, എന്തിന്റെ പേരിലായാലും ഒരു ദിവസത്തേക്ക് അതൊന്നും ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ. അതൊരു വലിയ കാര്യം. അല്ല, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ജീപ്പുണ്ട്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അതിലിരുന്ന് സംസാരിക്കാം.
ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴേക്കും ആലീസ് ഫ്രഷ് ആവുകയും ചെയ്യും. അത് വേണ്ട. ഓക്കെ, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ അങ്ങനെ വരുമ്പോ ഇവിടെ ഇരുന്നൊരു സ്മോൾ കഴിക്കാൻ സമ്മതിക്കണം. അതും കൂടെ ഇല്ലെങ്കിൽ ഞാൻ ബോറടിച്ച് ചത്തുപോകും. അതും വേണ്ട. പറയാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ചായനുള്ളപ്പോ അച്ചായന്റെ ഫ്രണ്ടായിട്ട് എനിക്കിവിടെ വരാമായിരുന്നു. ആ നിലയ്ക്ക് എനിക്കിവിടെ എന്ത് സ്വാതന്ത്ര്യവും എടുക്കാമായിരുന്നു. ഇന്നിപ്പോ അച്ചായനില്ലാത്തത് കൊണ്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ, നാട്ടിൽ എനിക്ക് ആകെ അമ്മയും ഒരു അനിയത്തിയുള്ളൂ. ഞാൻ പെണ്ണ് കിട്ടാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു വലിയ സന്തോഷമായിരിക്കും. അതും ഒരു മലയാളി സുറിയാനി ക്രിസ്ത്യാനി പെണ്ണിയെന്ന് കേട്ടാൽ അവർക്ക് ഇതിൽ പരം ഒരു സമാധാനം ഉണ്ടാകാനില്ല. അച്ചായനുള്ളപ്പോ എന്തുകൊണ്ടും ഇത് മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇങ്ങനൊരു ചുറ്റുപാട് വരുമെന്ന് അന്ന് നമ്മൾ രണ്ടുപേരും കരുതിയില്ല. അന്നത് മൂവ് ചെയ്തിരുന്നെങ്കിൽ ഇന്നെനിക്കിപ്പോ ഒരു സ്മോൾ അടിക്കാൻ വേണ്ടി മെസ്സി പോകേണ്ട ഗതികേട് വരില്ലായിരുന്നു, അല്ലേ? അതെ. തലവേദന വിട്ടോ കുഞ്ഞേ? ആ, കുറവുണ്ട്. Johnny, this way. Be careful. Slowly here. മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ബ്രദറിന്റെ അമ്മച്ചി ഇവിടെ അടിക്കിയത്. രവിയുടെ അമ്മച്ചി ഇവിടെ താമസിക്കുമ്പോഴാണോ മരിച്ചത്? അതെ. കുറെ ആയോ? അങ്ങനെ കുറെ ഒന്നും ആയിട്ടില്ല. രവിക്ക് അന്ന് 8 വയസ്സാ. ഓഹോ. മിസ് ബസ്സിലാണോ വന്നത്? ഞാൻ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാം. ഓ വേണ്ട, ഇവിടുന്ന് എപ്പോഴും ബസ്സുണ്ട്. ഞാൻ ഏതെങ്കിലും ആ വഴിക്ക് പോണത്. വേണ്ട രവി, നിങ്ങൾ പോയിക്കോളൂ. എനിക്ക് വേറെ ഇത്തിരി പണിയുണ്ട്. അതൊക്കെ ഇപ്പൊ മിസ് വെറുതെ കള്ളം പറയാം. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങോട്ടും പോയിട്ട് വീട്ടിലേക്ക് പോയാൽ മതി. പ്ലീസ് മിസ്. ശരി. ഇവിടെ ഇറങ്ങാണോ? ഹോസ്റ്റലിന്റെ അവിടെ ഇറങ്ങാമല്ലോ. ഇവിടുന്ന് ക്രോസിനങ്ങ് ഇറങ്ങി ഹോസ്റ്റലായി. ശരി. എന്താ ജാനി? ഒന്നുമില്ല. താങ്ക് യു മിസ്.